ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് കുറച്ച് പേരൊക്കെ വാട്സാപ്പിലൊക്കെ വന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ചിലർ ഏതൊക്കെയോ വീഡിയോസിൻ്റെ കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഒരു വീഡിയോ ആണ് ഇടാറുള്ളത്. കഴിവതും അത് മുടക്കാറുമില്ല. അപ്പോൾ ഇന്നലെ അത്രത്തോളം എനിക്ക് ഫിസിക്കലി അത്ര സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒന്ന് സ്റ്റേബിളായിട്ട് നമുക്കത് ചെയ്യാനുള്ള ഒരു എനർജി വേണമല്ലോ. അതും ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ട്രൂ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹിഡൻ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു നോ കോണ്ടാക്റ്റിലാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ആണോ എന്നൊന്നുമില്ല. നമുക്കിവിടെ വരുന്നത് ആരുടെ എനർജി ആണോ ആ ഒരു രീതിയിൽ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല, ഇന്ന ആളുടെ ഫീലിംഗ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റീഡിങ്ങിലൂടെ അറിയാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഒരിക്കലും ജനറൽ റീഡിംഗ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് ആയിട്ട് എടുക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും പലരും വന്ന് എന്നോട് വാട്സാപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കും, ഇന്ന് ചെയ്തത് എൻ്റെ റീഡിംഗ് ആണോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു തീരുമാനം നമ്മുടെ ലൈഫിൽ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇതിനകത്ത് എത്രയോ പേരുടെ എനർജീസാണ്, എത്രയോ ആൾക്കാർ കാണുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ വ്യൂവേഴ്സ് ഇത് കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതാവുമോ നമ്മളൊരു റീഡിംഗ് എടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് എടുത്ത് അവരുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് നോക്കിക്കഴിയുമ്പോഴല്ലേ അത് ഒരാളുടെ റീഡിംഗ് ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ ഒരു ജനറൽ റീഡിംഗ് ചെയ്ത് കഴിയുമ്പോൾ അത് എൻ്റേത് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ സിമിലാരിറ്റി ഉണ്ടാവാം, പക്ഷേ പലരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് പോലും പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ആ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അല്ലാതെ ഉള്ള കാര്യങ്ങൾ വന്നിട്ട് ഞാൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചില സംശയമൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതിനാണ് നമ്മൾ മെയിനായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ താഴെ വെക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ റീഡിങ്ങിനാണ് എന്ന് പറഞ്ഞിട്ട് വരിക. ചിലരൊന്നും പറയാറില്ല, വെറുതെ വന്ന് ഹായ് 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 എന്നിട്ടിട്ട് പോകും. അപ്പോൾ അതിനൊക്കെ പിന്നെ നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കാനാണ്? അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ ഡയറക്റ്റ്ലി ആ ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്റ്റഡ് ആവുന്നതിനായിട്ട്, അതുപോലെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി ആവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫേസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മൂമെന്റ്സ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ റീഡിങ് കാണുമ്പോൾ നമ്മൾ വെറുതെ എന്താ പറയുക, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഫോർ ഫൺ എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്, എനിക്കറിയാം. അവർക്ക് പാർട്ട്നേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇത് കേൾക്കുന്നത് കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് വന്നിട്ട് കാണുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ നിങ്ങൾ ഈഗർലി നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന സ്വസ്ഥമായിട്ട് ഒന്ന് അവരെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴാണ് നമുക്ക് അതിനൊരു കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. ആ ഒരു കാര്യങ്ങൾ മാച്ച് ആണോ എന്ന് അറിയാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നുള്ളൂ, ഒരു ഗൈഡൻസ് പോലെ കേട്ടോ. ഓക്കെ, ട്രൈഫ് ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. Okay, Page of Wands, Seven of Cups,
10 of cups, the world, 4 of wands, 7 of pentacles, king of pentacles, 4 of cups, 6 of swords, king of cups. ഇന്ന് കപ്സ് എനർജിയാണ് കൂടുതലെന്ന് തോന്നുന്നു. ഓക്കെ, 4 of swords and one more, 4 of pentacles. അപ്പോൾ ബോട്ടം വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഫുള്ളി ബ്രേക്കപ്പിൽ നിൽക്കുമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് പഴയതുപോലെ പെരുമാറുന്നുണ്ടാവില്ല. ഇവർ മനഃപൂർവ്വം ചിലപ്പോൾ നിങ്ങൾക്ക് മുഖം തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്നൊരു സമയത്ത് വന്നിട്ട് ഇവർ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യമായിരിക്കും കാണിക്കുന്നത്. ആ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും ഇവർ. അതായത് നിങ്ങളെ മനഃപൂർവ്വം ഒന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്, പഴയതുപോലെയല്ല. ഇനിയിപ്പോൾ ബ്രേക്കപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലോണം വഴക്കിട്ടിട്ട് പിരിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി പിരിഞ്ഞതായിരിക്കാം, സൈലന്റ് ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാലോ പിരിഞ്ഞൊരു കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി ഇതാണ്. ഇവര് തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ഒരു അകൽച്ച കാണിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളതെങ്കിലും ഇവർ പർപ്പസ്ഫുള്ളി ചെയ്തതാണത്. അതായത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എന്തോ ഒരു കാര്യം നേടണം, അല്ലെങ്കിൽ എന്തോ ഒരു ലാഭം ഇവർക്ക് വരാനുണ്ട്, അതിന് നിങ്ങളൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത അവർ ഉപേക്ഷിച്ചതാണ്. അല്ലെങ്കിൽ ഇത് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് സ്മൂത്ത് ആയിട്ട് ആ ഒരു കണക്ഷൻ മുമ്പോട്ട് പോകാത്തത് എന്ന് തന്നെ നമുക്കിവിടെ പറയാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒറാക്കിൾ കാർഡ് എന്ന് പറയുന്ന ട്രൈഫ് ആൻഡ് സക്സസ് ആണ്. ഇതിൽ നമ്പർ 1 ആണ്, ന്യൂ ബിഗിനിങ് ആണ്, എല്ലാം ശരിയാണ്, പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഈ സ്പ്രെഡിന്റെ മുഴുവൻ മീനിങ്സ് നിങ്ങളോട് പറഞ്ഞിട്ട് പറയാം. അപ്പോഴേ ഇതിനൊരു പ്രസക്തി ഉണ്ടാവുള്ളൂ. കാരണം നമ്മളൊരു കാർഡ് എടുക്കുമ്പോൾ അതിന്റെ ഒറ്റക്കുള്ള മീനിങ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള സ്പ്രെഡ് എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം അനലൈസ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ തുടക്കമൊക്കെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല, കാര്യം കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് ആണ്. സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഈ ഒരു പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പേജസ് എന്ന് പറയുമ്പോൾ മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ഇവർ വന്നിട്ട് ഒരു ഹായ് ഒക്കെ ഇടുന്നുണ്ടാവാം. കാരണം ഇവർക്ക് പെട്ടെന്ന് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പുഷ് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പ്ലാനിങ് ഒക്കെ മറന്നിട്ട് ചിലപ്പോൾ ഓടി വന്ന് ആ ഒരു എന്താ പറയാ ആ ഒരു സമയത്ത് ഒരു ഇമോഷൻ ഇല്ലേ, അത് കാരണം വന്നൊന്ന് മിണ്ടിയിട്ട് പോകുന്നുണ്ടാവാം. നിങ്ങൾ വിചാരിക്കും ആളെൻ്റെ അടുത്ത് വന്ന് മിണ്ടിയല്ലോ, പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ച് കഴിയുമ്പോൾ ആളെ കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ റിപ്ലൈ ഉണ്ടാവില്ല. ആ ഒരു മൈൻഡിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും അതെ, ഇവർക്ക് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ താല്പര്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാം. ഇപ്പൊ നോ കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞ അറ്റ് ദ സെയിം ടൈം ഇവരുടെ 7 ഓഫ് കപ്സ് വന്നു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ആൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിലേക്ക് അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ, എന്റെ ആ പ്ലാനിങ് ഒക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിലാണോ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് അതെന്റെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഓൺ ദ സ്പോട്ട് വരികയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അത് വരുന്നത്. അതേപോലെ തന്നെ പിന്നെയുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറോൾ ഫീലിങ്സ് എല്ലാം നല്ലതാണ്. പക്ഷെ ഈ പേഴ്സന്റെ ഒരു മൈൻഡാണ് നമ്മൾ പറയുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡാണ്. അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒക്കെ അവർക്ക് വല്ലാതെ ഓടി വരണം, അല്ലെങ്കിൽ പഴയതുപോലെ ആവണം എന്ന് അവർ വിചാരിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ അവരെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയാൻ പറ്റുക.
ഇപ്പൊ ഇവിടെ 10 of Cups എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഫാമിലി അല്ലെങ്കിൽ കൂടി ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ഫാമിലിയാണ്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുന്ന ബോണ്ടിങ് ആണ്, അത്രയും ഹാപ്പിനെസ് നിങ്ങളിൽ നിന്നേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ തന്നെ വേണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ വേൾഡ് കാർഡ്. ആ ഒരു അവരുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം, നിങ്ങളുണ്ടെങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് പകരം വെക്കാൻ ആളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ ഇവരെ വിട്ട് എവിടെയും പോകാൻ പോണില്ല. ഇവരെന്തെല്ലാം കാണിച്ചാലും, ഇവര് എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നാലും, ഇനിയിപ്പോൾ നിങ്ങളോട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയാലും നിങ്ങൾ ആരുടെയും കൂടെ പോകാൻ പോണില്ല. നിങ്ങൾ അവിടെ വന്ന് എന്താ കാണും എന്നുള്ളത് ഇവർക്ക് ഷുവറായിട്ടും അറിയാം. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഇല്ല. അപ്പൊ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു കാര്യം സാധിക്കുന്നത് വരെ ഇവർ ഗ്യാപ്പ് ഇട്ട് നിൽക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു വലിയ ഒരു റെസ്പോൺസ് ഒന്നും തരാതെ നിങ്ങൾ വേദനിച്ചോട്ടെ, അതൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷെ എന്നാലും നിങ്ങൾ പോവില്ല. ഇപ്പൊ എന്റെ കസ്റ്റഡിയിൽ ഒരു സാധനം ഉണ്ട്, അതിന്റെ അതോറിറ്റി ഞാനാണെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നെടുത്താലും അത് എന്റെയാണ്. അപ്പൊ എനിക്കത് കൈ പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ല, എവിടെയെങ്കിലും വിട്ടിട്ട് പോവാം. ആരും അത് എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സെയിം മൈൻഡാണ് ഈ ഒരു പേഴ്സന്റെ. ഇവർക്കറിയാം ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, ഇത് എവിടെയും പോവില്ല, ഞാൻ എന്തൊക്കെ കാണിച്ചാലും അത് അവിടെ ഇരുന്നോളൂ. ഇപ്പൊ കരഞ്ഞും പിഴിഞ്ഞിരുന്നാലും ഒക്കെ ശരി, അങ്ങനെ തന്നെ ഇരുന്നോളൂ എന്നവർക്ക് ഷുവറാണ്. അപ്പൊ ആ ഒരു ഷുവറിറ്റി കാരണം കൂടിയാണ് അവര് ഈ ഒരു നിങ്ങളിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ആ ഒരു അടുപ്പം പയ്യെ പയ്യെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഈ എന്താ പറയുക കിട്ടാത്ത മുന്തിരി എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടാൻ പാടുള്ള ഒരു സാധനത്തിന്റെ അടുത്താണ് കൂടുതൽ കമ്പൗണ്ട് ആവുക. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടി ഉണ്ടാവും. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരു പേടിയില്ല. നിങ്ങൾ എപ്പോൾ വന്നാലും അവൈലബിൾ ആണ്. ഇവർക്ക് വേണ്ടി 24 hours അവിടെ ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതുപോലെ ഒരു എന്താ പറയാ ചിലപ്പോൾ ആ ഇമോഷൻ വൈസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഫുൾ മൂൺ വരുമ്പോൾ അങ്ങനെ നമ്മളുടെ എന്താ പറയാ എനർജീസിന് ആ വേലിയേറ്റവും വേലിയിറക്കൊക്കെ വരുന്ന ടൈമിലൊക്കെ ഓടി വന്ന് ചിലപ്പോൾ മിണ്ടുന്നുണ്ടാവാം. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആവശ്യത്തിനാണ് അവർ വരുന്നത്. നിങ്ങൾ പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇവർ കാണിക്കുന്നത്. അതേപോലെ തന്നെ 4 of Wands. അപ്പോൾ ഈ ഒരു പേഴ്സൺ അറിയാം ചിലപ്പോൾ ഇവരുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളാണ്. ഇവർ ട്വിൻ ഫ്ലെയിം എന്നുള്ള വാക്കൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല, ടാരറ്റും അറിയുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾക്കൊരു എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ, ഒന്നും അറിയില്ല, നമുക്ക് ടാരറ്റും അറിയില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് തോന്നില്ലേ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഈ പേഴ്സണായിട്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റാത്തത് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫീലിംഗ് ഇവർക്കും ഉണ്ട് നിങ്ങളെക്കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ അവർക്ക് നേടാനുണ്ട്. ഒരു പക്ഷേ പണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സെറ്റിൽ ചെയ്ത് തീർക്കാനുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഇവർക്കൊരു സൊല്യൂഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. ചിലപ്പോൾ ആരോടെങ്കിലും ഇവർക്കൊരു കടപ്പാടുണ്ടാവാം, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. അതിനുള്ളൊരു സാവകാശമാണ് ഇപ്പോൾ ഈ പേഴ്സൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളോട് കൂടുതൽ നല്ല രീതിയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിനെ അനുവദിക്കില്ല. അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നിങ്ങളോട്ട് പോകാനും പോകുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കാര്യം ഇവർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് ഇവരുടെ മൈൻഡിലുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ പറയുന്ന 7 of Pentacles. ആ ഒരു ഗ്രോത്ത് നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് വലുതാവും? ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്ത് കുറെ നമ്മളിവിടെ കാണാം പെന്റക്കിൾസ്. അതായത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആ സീഡാണ് ഇട്ടിരിക്കുന്നത്. അതൊരു വലിയ മരമാവുന്നോ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെ അവര് എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം സെറ്റ് ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും പഴയതുപോലെ തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. മേ ബി ഇതിനകത്തുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയാ മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു വ്യക്തിയായിരിക്കും. വലിയൊരു ടീനേജർ ആവാൻ സാധ്യതയില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോ യങ് ആണെങ്കിൽ പോലും വളരെ മെച്ചുവർ ആയിട്ട് കാര്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ആളത്ര പൈങ്കിളിയല്ല എന്നർത്ഥം. അപ്പോൾ അതേപോലെയാണ്. അപ്പൊ അവരത് വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് വരാം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ്.
അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. നമുക്ക് 2 കിങ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് ഈ പറഞ്ഞ പോലെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എനർജി തന്നെയാണ്. അതായത് അവരുടെ ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള എനർജീസ് തന്നെയാണ്. അതായത് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് വരണം എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ പല സമയത്തും അവരുടെ ഒരു മൈൻഡ് കൈവിട്ട് പോകുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ വരുന്നത് കൊണ്ടോ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടായിരിക്കാം ഇവർ പതിയെ അത് ഹുക്ക് ചെയ്ത് വലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ 4 ഓഫ് കപ്സ് എല്ലാം കാണുന്നത്. അതായത് ചില സമയത്ത് ഒരു ഡിസപ്പോയിൻമെന്റ്, വെറുതെ ഇരിക്കുമ്പോൾ ഒരു വിഷമം വരില്ലേ, അങ്ങനെ ഒരു നിരാശ, അല്ലെങ്കിൽ പഴയതുപോലെ ആവാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ കാണുന്നവർ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ ഏത് സ്വർഗത്തിലിരിക്കണം, എന്താ ഇങ്ങനെ മതിമറന്നിരിക്കണം എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു തരത്തിലുള്ള എനർജിയാണ് അവർ. അത് ആകെ അവരുടെ എന്താ പറയുക, ചില സമയത്ത് ഒരു ഈ ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ ആളിവിടെ ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു 6 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഇവര് ഭയങ്കര പ്രാക്ടിക്കലാണ് ഈ ഒരു വ്യക്തി. അതാണ് ഈ ഇവരെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മെച്ചുവർ ആണെന്നും പറഞ്ഞത്. കാരണം ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇമോഷണലി ഇവർ ഡൗൺ ആകുമ്പോൾ അപ്പൊ തന്നെ ഇവര് ഉടനെ തന്നെ അതിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. അവർ തന്നെ അവരെ കൂടുതലായിട്ട് ഡൗൺ ആയിട്ടിരിക്കാൻ അനുവദിക്കുന്നില്ല. പെട്ടെന്ന് നിരാശ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഉടനെ തന്നെ അടുത്തൊരു പ്രതീക്ഷയിലേക്ക് അവർ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇവരുടെ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കംപ്ലീറ്റ്ലി ഡൗൺ, കംപ്ലീറ്റ്ലി ഹൈ ആയിട്ട് പോകുന്നില്ല. അവർക്ക് കിങ് ഓഫ് കപ്സ് തന്നെ പറയുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയാം. അവർ വളരെ ഇമോഷണൽ ആണ്, അവർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഇവര് ഒരു മൂടസ്വർഗത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കാം, എന്താണ് ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. വേഗം തന്നെ ഒന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അവർ പോരും. ഇങ്ങനെ എനിക്ക് എൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് അവർ ആ പാസ്റ്റ് ലീവ് ചെയ്ത് കളയും. ആ ഒരു നിങ്ങളുടെ മെമ്മറീസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എന്തൊക്കെയോ ആയിരിക്കാം. അപ്പൊ അതെല്ലാം അവര് ആ ഉപേക്ഷിച്ച് പോകാനായിട്ട്, അതായത് ഒരു ഹീലിംഗ് അവർക്ക് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ ചിന്തകൾ വന്നാലും അവർ ഹീലിംഗിലേക്ക് പോകും. അപ്പൊ ഇവരിവിടെ വളരെയധികം പ്രാക്ടിക്കലാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എയിം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവർ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അത് നടത്തി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നാണ് പറയാൻ പറ്റുക. കാരണം ഇവിടെ നിങ്ങളുടെ ഇപ്പൊ ഇങ്ങനെ ഈ പല ഇമോഷൻസിലൂടെ ഇവർ കടന്നുപോയി. പക്ഷെ ലാസ്റ്റ് ഇവർ ചെയ്യുന്നത് 4 ഓഫ് സോഡ്സ് വരുമ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ പലയിടത്തും ഉണ്ട്. സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവര് സൗകര്യപൂർവ്വം അത് മാറ്റി വെക്കുകയാണ്. അപ്പൊ അതിനുള്ള ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയും പോയില്ല എന്നുള്ളൊരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം വരുമ്പോൾ എന്നാ പിന്നെ ആക്ഷൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരിയ്ക്കും. ഇങ്ങനെ ആഗ്രഹങ്ങൾ തികട്ടി വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നല്ലത് എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും. അതായത് ഈ ഒരു ഇപ്പൊ നിൽക്കുന്നത് ഒരു സേഫ് ഡിസ്റ്റൻസിലാണ്, ഇങ്ങനെ തന്നെ പോട്ടെ, ഇതായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള മാർഗം ഇത് തന്നെയാണ് എന്നുള്ള തോന്നലുണ്ട്. അതേപോലെ തന്നെയാണ് ഈ 4 ഓഫ് പെന്റിക്കിൾസും. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ മണി മൈൻഡഡ് ആണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം പൊസസീവ് ഉള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ആൾക്കാരോട് മിണ്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഫ്രീ ആയിട്ട് വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇവർ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേറെ ആരുടെ അടുത്ത് പോകുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. അതേസമയം അവർക്ക് ഉറപ്പുണ്ട് ഇവരുടേതാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ലേഡി ഇത് പിടിച്ചോണ്ടിരിക്കുന്ന പോലെ എന്റേതാണ്, ഇത് എവിടെയും പോവില്ല, അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ മണി മൈൻഡഡ് ആവാം. ചിലപ്പോൾ ആ ഒരു പണത്തിന് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. എവിടെയാണ് ഇവർക്ക് സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പണം, അല്ല ചിലപ്പോൾ ഇനിയിപ്പോൾ വീട്ടുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാവുള്ളെങ്കിൽ അങ്ങനെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ, എന്തോ രീതിയിൽ ഇവർക്ക് എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലാനിങ് കഴിയുന്നത് വരെ നിങ്ങളിലേക്ക് വന്നാൽ ശരിയാവില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു എനർജി. ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരേണ്ടി വരും എന്നുള്ളത് കൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മൈൻഡ് ഇവർക്കുണ്ട്. ഇവരുടെ ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം വരാം എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് ഇവർ കൂടുതലിപ്പോ അറ്റാച്ച് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല. അതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയും അടുപ്പം ആവണ്ട, ഇതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭയന്നിട്ടാവാം. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടും ആവാം. അതിപ്പോ ഏത് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ബോട്ടം വന്നതും ആ ചാരിയറ്റ് എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും.
നമുക്ക് പക്ഷെ ഇവിടുത്തെ ഓവറോൾ എനർജി നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് പെട്ടെന്ന് അങ്ങനെ ഓടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പല കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു ചിന്തയിലുള്ളതുകൊണ്ട്. പിന്നെ ഇവർ വിചാരിച്ച ആ ഒരു പ്ലാനും കാര്യങ്ങളും വേഗം നടന്നു കഴിഞ്ഞാൽ അവർ വേഗത്തിലെത്തും. അത് ഓരോ പേഴ്സന്റെയും ഓരോ സിറ്റുവേഷനാണ്. നമ്മൾ പറയില്ലേ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എന്ന് പറഞ്ഞതുപോലെ പല രീതിയിലാണ്. അപ്പോൾ ഇവർ വിചാരിച്ച കാര്യം ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സമയം ഫാസ്റ്റ് ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ താഴെ വന്നിരിക്കുന്നതും സണ്ണാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവരുടേതായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ട്രൈഫ് ആൻഡ് സക്സസ് എന്നുള്ള കാർഡ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ന്യൂ ബിഗിനിങ് ആണ്, ഒരു സക്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പറയാ, വാളാണിത്. വാളെന്ന് പറയുമ്പോൾ ഇരുതല മൂർച്ചയുള്ള സാധനമാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഈ ഒരു വിജയത്തിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. അത്ര സ്മൂത്ത് ആയിട്ട് കയറി കിട്ടുന്ന ഒരു വിജയമാണ് ഇതെന്ന് വിചാരിക്കേണ്ട. ഇതിനകത്ത് കുറച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരു വിജയമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനായിട്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടണം, കുറച്ച് നമുക്ക് പരിക്ക് പറ്റും. ഇതിനകത്ത് പരിക്ക് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഫിസിക്കലി അല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി കാണും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണും ആയിട്ട് ഇങ്ങനെയാണോ, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണോ, ലെസ് കോണ്ടാക്റ്റ് ആണോ, നിങ്ങൾ ഇനിയിപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവർ മുഖം തരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, പത്തനംതിട്ട, നമ്പർ 10, സ്കോർപിയോ, ഒക്ടോബർ മന്ത്, ജെമിനായി, നമ്പർ 20, എക്സ്, ലിയോ, number 19, H, Kannur, Trivandrum, Aquarius, letter R, Sagittarius, number 28, letter L, M, number 26, Cancer, and last April month. ഇതെടുത്താണോ? ഓക്കെ, ഇതെടുത്തിട്ടില്ല കേട്ടോ. E and letter G. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്. ക്ലൂസ് ആയിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ്. എവിടെ പോയി കറങ്ങി തിരിഞ്ഞാലും വരണം എന്ന് പ്ലാനും ഉണ്ട്. വരാനായിട്ട് വന്നു കഴിഞ്ഞ് നല്ലൊരു രീതിയിലാവണം, ഒരു സ്റ്റേബിൾ ആയിട്ട് പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ കുറച്ച് സ്വാർത്ഥരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റുള്ളവരുടെ കണ്ണീര് കാണാനൊന്നും അത്ര മുമ്പിൽ നിൽക്കാത്തവരാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം.